പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 18ാമത്തെ ചാപ്റ്റർ ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് എന്ന് പറഞ്ഞ ചെലവാണ്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപാദന ചെലവ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന് നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കാണ്. 2 ടെക്സ്റ്റ് ബുക്കിൻ്റെയും കൂടി മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്റർ ആണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന 60%ൽപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിന്റെ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനൊരു വീഡിയോ ഇന്ന് ആക്കിയിട്ടുണ്ട്. ഇനി പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് വേറൊരു വീഡിയോ, 1 വേർഡ് ക്വസ്റ്റ്യൻസ് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം 20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 9 തിയറി ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഗൈഡ് വെച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഗൈഡ് എല്ലാ വിഷയത്തിന്റെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ എക്സാമിന് മലയാളത്തിൽ എക്സാം എഴുതുന്നവരും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും കോമൺ ആയി ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്, മലയാളത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിലുള്ളവർ എങ്ങനെ എഴുതും, അതിൻ്റെ അർത്ഥം മനസ്സിലാവൂ എന്നുള്ളൊരു ആകാംക്ഷയ്ക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡിലും അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-2 ചാപ്റ്റർ നിങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ പിന്നെ മലയാളത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? എന്താണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? ഇംപ്ലിസിറ്റ് എന്നുള്ളതിന് മലയാളമാണ് വിവക്ഷിത ചെലവ് എന്ന് പറയുന്നത്. വിവക്ഷിത ചെലവാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഹൗ ഈസ് ഡിഫറെന്റ് ഫ്രം എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്? അത് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സ്പഷ്ട ചെലവിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പൊ എന്താണ് നമുക്ക് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് അറിയണം, എന്താണ് എക്സ്പ്ലിസിറ്റ് എന്നൊക്കെ അറിയണം. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദകനാകാം, അല്ലെങ്കിൽ ഒരു ഉൽപാദനത്തിന്റെ സംഘാടകൻ തൻ്റെ സ്വന്തം കഴിവും വിഭവങ്ങളും ഉപയോഗിച്ച് അയാൾ തന്നെ നൽകേണ്ട തുകയാണ് വിവക്ഷിത ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, ഒരു ഉൽപാദകൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയും കെട്ടിടവും ഉപയോഗിച്ച് സ്വന്തം സേവനങ്ങൾക്കുള്ള പ്രതിഫലം അദ്ദേഹം കിട്ടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉൽപാദകനാണ്, അദ്ദേഹത്തിന് 1 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മാനുഷിക ശക്തിയും അദ്ദേഹത്തിന്റെ യന്ത്രങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം തന്നെ അത് ഉൽപാദനം നടത്തി ഉപയോഗം ചെയ്യുന്നുണ്ട്. അതിനുള്ള പ്രതിഫലമാണ് എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പുറമേ നിന്നുള്ള ഒരു ചെലവല്ല, അദ്ദേഹം സ്വന്തം കഴിവും ഭൂമിയും എല്ലാം ഉപയോഗിച്ച് ഉൽപാദനം നടത്തുകയാണ്. വാടക സ്വന്തം സേവനമാണ്, വേറെ ആളുടെ ഭൂമി കൂടിയല്ല. സ്വന്തം ഭൂമിയാകുമ്പോൾ വാടക അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നതിന് നേരെ ഓപ്പോസിറ്റാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉൽപാദക വിവിധ ഉൽപാദന ഘടകങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഭൂമിയാണെങ്കിൽ നമ്മൾ വേറെ ആളെ എടുത്തിട്ട് വാഴ നടുക, അല്ലെങ്കിൽ നമ്മൾ കപ്പ നടുക, ഇതൊക്കെ നമ്മൾ വേറെ ആളിൽ നിന്ന് പാട്ടത്തിന് എടുത്തിട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വാടക കൊടുക്കണം, അല്ലെങ്കിൽ അത് വിലക്ക് 1 കൊല്ലത്തിനോ 2 കൊല്ലത്തിനോ വേണ്ടിയിട്ട് നമ്മൾ രീതിയിൽ എടുക്കുകയാണ്. ഉൽപാദനം ഉണ്ടാകുന്ന പണച്ചെലവിനാണ് സ്പഷ്ട ചെലവുണ്ടാണ്. അപ്പോൾ സ്വന്തം ഭൂമിയാകുമ്പോൾ അയാൾ തന്നെയാണ് അവിടെ ചെലവാക്കുന്നത്, അതിന് എക്സ്ട്രാ പൈസ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കേണ്ട ആവശ്യമില്ല. അത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. എന്നാൽ വേറൊരാളുടെ ഭൂമി വാങ്ങിയിട്ട് കൃഷി ചെയ്യുമ്പോൾ അവിടെ വാടക കൊടുക്കണം, പാട്ടം കൊടുക്കണം, വേണ്ടേ? ഇനി നമ്മൾ തൊഴിലാളികളെ വേറെ ആളെ നിർത്തുകയാണെങ്കിൽ അയാൾക്ക് കൂലിയും കൊടുക്കണം. ഇതൊക്കെ അദ്ദേഹത്തിന് വരില്ല, എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റാണ്. ഇത് ഇയാൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പൊ പാട്ടം, പലിശ, വേതനം, അസംസ്കൃത വസ്തുക്കൾക്ക് ചെലവ്, വൈദ്യുതി ചെലവുകൾ, തൊഴിലാളികൾക്ക് സ്റ്റാഫിന് നൽകേണ്ടത്, ഇൻഷുറൻസ്, തേയ്മാനം, ഇതൊക്കെ നമുക്ക് എന്താണ് സ്പഷ്ട ചെലവിൽ പെടുന്നതാണ്. ഇവയെ ബിസിനസ് ചെലവ്, അക്കൗണ്ടിങ് ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ചെലവിൽ വരില്ല.
ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം അധ്വാനിക്കാൻ, നമ്മുടെ പറമ്പിലും ഇതൊക്കെ നമ്മൾ സ്വന്തം അധ്വാനിക്കണമെങ്കിൽ അത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അതൊരു ബിസിനസ് അക്കൗണ്ടിൽ നമുക്ക് തുകയായി കണക്കാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഭൂമി വാങ്ങി അതിൽ കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാടക എടുത്ത് അതിൽ ബിസിനസ് നടത്തി ലാഭം കിട്ടുമ്പോൾ അതൊക്കെ എന്താണ്, അവിടെ വരുന്ന ചെലവൊക്കെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ആ ബിസിനസ്സിലേക്ക് ഇറക്കുന്ന ചെലവ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസിന്റെ അക്കൗണ്ടിൽ ചെലവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് വേണ്ടത് നമ്മൾ എന്താണ്, പാട്ടം, പലിശ, വേതനം, അസംസ്കൃത വസ്തുക്കളുടെ ചെലവ്, ഇതൊക്കെ അതിൽ വരും. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്? തിരിച്ച് വേറെ രീതിയിലൊക്കെ ചോദിച്ചിട്ട് എന്താണ് സ്പഷ്ട ചെലവ്, ഡിസ്റ്റിങ്വിഷ് ഫ്രം ഇംപ്ലിസിറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ്. ഉൽപാദനങ്ങൾ, വിവിധ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ച് വാടക വിലക്കോ വാങ്ങുമ്പോൾ ഉൽപാദകൻ ഉണ്ടാകുന്ന പണച്ചെലവാണെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഭൂമി എടുക്കുമ്പോൾ അതിന് റെന്റ് കൊടുക്കണം വേണ്ടേ? അതേപോലെ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങണം, യന്ത്രങ്ങൾ വാങ്ങണം, അതിന് ലോൺ എടുക്കുന്നുണ്ട്, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ അവിടെ പണിക്കാരെ നിർത്തുന്നുണ്ട്, തൊഴിലാളികൾ നിർത്തുന്നുണ്ട്, അവർക്ക് വേതനം കൊടുക്കണം. കൃഷി ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, വിത്തും വളങ്ങളും അതൊക്കെ അസംസ്കൃത വസ്തുക്കളായിട്ട് വാങ്ങണം, അതിന് ചെലവുണ്ട്. ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് ആണ്. ചെലവിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആശയമാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി വരുന്ന വിവിധ ഇനങ്ങൾക്ക് ഒരു ഉൽപാദന യൂണിറ്റ് ചെലവാക്കുന്ന മൊത്തം തുകയാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഒരു ഉൽപാദന യൂണിറ്റ് ചെലവാക്കുന്ന മൊത്തം പണത്തിന്റെ രൂപത്തിലുള്ള ചെലവിനാണ് മണി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിച്ചതിന് വേണ്ടി വരുന്ന മൊത്തം പണച്ചെലവിൽ സ്പഷ്ട ചെലവ് വഹിച്ചു. അപ്പൊ മണി കോസ്റ്റിൽ രണ്ട് കോസ്റ്റും വരുന്നുണ്ട്, എക്സ്പ്ലിസിറ്റും വരുന്നുണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റും വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവ തമ്മിൽ പ്രധാന വ്യത്യാസം, ഉൽപാദനത്തിന് വേണ്ടി സ്വന്തമായിട്ട് വിഭവങ്ങൾ, സ്വന്തമായിട്ട് തൊഴിൽ ശക്തിയൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ അത് ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. അത് മണി കോസ്റ്റിൽപ്പെട്ട ഇംപ്ലിസിറ്റ് ആണ്. ഉൽപാദനം വേണ്ടി പുറത്തുനിന്ന് വല്ല അസംസ്കൃത വസ്തുക്കളോ റെന്റ് കൊടുത്ത് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആയിട്ടും വാങ്ങാം. ഉദാഹരണമാണ് നമ്മൾ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് നോർമൽ. എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ജസ്റ്റിഫൈസ് ആൻഡ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഈ സാധാരണ ലാഭം എന്നാണ് നോർമൽ പ്രോഫിറ്റ് പറയുന്നത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചെലവ് ഘടകത്തെ സമർത്ഥിക്കുന്നതാണ്. ഒരു ഉൽപാദന യൂണിറ്റ് ഉൽപാദനം തുടർന്ന് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭം, അതാണ് ഈ നോർമൽ പ്രോഫിറ്റ്. ഒരു ഉൽപാദന യൂണിറ്റ്, ഒരു ബിസിനസ് സ്ഥാപനമായിട്ടുള്ള ഉൽപാദന യൂണിറ്റ് അതിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭമാണ് എന്ന് പറയുന്നത്. ആ നോർമൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അത് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഹ്രസ്വ കാലയളവിൽ, കുറഞ്ഞ കാലയളവിൽ സ്ഥാപനത്തിൽ സാധാരണ ലാഭത്തേക്കാൾ കുറഞ്ഞ ലാഭമാണ്. കുറഞ്ഞ കാലയളവിൽ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കിട്ടൂല, കുറഞ്ഞ ലാഭമാണ്. ഉൽപാദനം തുടർന്നു പോകാം. എന്നാൽ ദീർഘകാലയളവിൽ സാധാരണ ലാഭത്തേക്കാൾ കുറവാണ് ലഭിക്കുന്ന സ്ഥാപന ഉൽപാദനം വെച്ച് നിർത്തും. ഒരു 2 മാസത്തിനോ 3 മാസത്തിനൊക്കെ ആണെങ്കിൽ കുറഞ്ഞ ലാഭമാണെങ്കിൽ സ്ഥാപനം അത് കാര്യമാക്കില്ല. ഇപ്പൊ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ, കുറച്ചാണ് കഴിയുമ്പോൾ മെച്ചപ്പെടും. ഒരു 4-5 വർഷമായിട്ടും സാധാരണ ലാഭം പോലും കിട്ടണില്ലെങ്കിൽ 4-5 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ ദീർഘകാലയളവാണ്. ഈ ദീർഘകാലയളവ് ആയിട്ടും ഇത് സാധാരണ ലാഭം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? എന്തിനപ്പം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? 5-10 കൊല്ലം ഇതിങ്ങനെ നിൽക്കണം, ഒരു മെച്ചമില്ല. അവിടെ വെച്ച് നിർത്താം, വേറെ വല്ലതും നോക്കാം, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകാം, മതിയായി എന്ന് നമ്മൾ പറയും. കാരണം ഇതിപ്പോൾ പോയിട്ട് കാര്യമില്ല, ജീവിതം മുന്നോട്ട് 2-3 മാസം അത് തുടക്കമല്ല, എല്ലാവർക്കും ഉള്ളതല്ലേ. ഒരു കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ആകുമ്പോൾ തുടക്കത്തിൽ കുറച്ചൊക്കെ നഷ്ടമൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശരിയാവും എന്നുള്ളൊരു മനോഭാവം മനുഷ്യരിലുണ്ട്. പക്ഷെ ഒരു ദീർഘകാലത്തിലാകുമ്പോൾ 5-10 കൊല്ലാകുമ്പോൾ മനുഷ്യനത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉള്ളതാണ്. ഈ സാധാരണ ലാഭം കൂടി കിട്ടാതെ എങ്ങനെയാണ് അപ്പോൾ ഇതുകൊണ്ട് പോവുക, ഇന്ന് വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ എന്നുള്ള ചിന്തയിലേക്ക് അവന് വരും. ചെലവിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആശയം പണച്ചെലവാണ്. ഒരു പദാർത്ഥത്തിൽ ഉൽപാദനത്തിന് വേണ്ടി വരുന്ന വിവിധ ഇനങ്ങൾക്ക് ഉൽപാദന യൂണിറ്റ് ചെലവാക്കുന്ന മൊത്തം തുകയെ പണച്ചെലവ് എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഈ മൊത്തം പണച്ചെലവില് സ്പഷ്ട ചെലവും വിശിഷ്ട ചെലവും വരുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ഇൻ മൈക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചെലവ് രീതിയുടെ വ്യത്യസ്ത ഘടകങ്ങൾ എന്നല്ല.
ഉൽപാദനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനെയാണ് ചെലവ് എന്ന് വിളിക്കുന്നത്. ഉൽപാദനത്തിലെ പ്രധാനപ്പെട്ട ആശയമാണ് ഉൽപാദന ചെലവ്. ചെലവ് കുറച്ചോ വരുമാനം കൂട്ടിയോ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ള രണ്ട് രീതിയിൽ ലാഭം വർദ്ധിപ്പിക്കുക ഒരു സ്ഥാപനത്തിന്. ഒന്നില്ലെങ്കിൽ ചെലവ് കുറക്കുക അല്ലെങ്കിൽ വരുമാനം കൂട്ടുക. ഇതിലേതാണ്? വില നിർണ്ണയത്തിന്റെ ചെലവ് എന്ന ആശയം പ്രധാനം. വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ ലാഭത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണികൂടിയാണ്. ചെലവിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആശയം മണി കോസ്റ്റ് ആണ്. ഒരു പദാർത്ഥത്തിന്റെ ഉൽപ്പന്നത്തിന് വേണ്ടി വിവിധ ഇനങ്ങൾക്ക് ഒരു ഉൽപാദന യൂണിറ്റ് ചെലവഴിക്കുന്ന മൊത്തം തുകയാണ് പണച്ചെലവ് എന്ന് പറയുന്നത്. ഇനി വിവിധ തരം ചെലവുകൾ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതിൽ ഒന്ന് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യണേ, സ്വന്തം കഴിവല്ല, പുറത്തുനിന്ന് നമ്മൾ ഭൂമി വാങ്ങുക അല്ലെങ്കിൽ പുറമേക്ക് ചെലവാക്കുകയാണ്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, തൊഴിലാളികളെ നിലനിർത്തി ശമ്പളം കൊടുക്കുക, ഇതിങ്ങനെയൊക്കെ ഒരു ഉൽപാദക യൂണിറ്റിന് വരുന്ന ചെലവാണെങ്കിൽ അത് സ്പെഷ്യൽ. രണ്ടാമത്തെ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. നമ്മുടെ സ്വന്തം ഭൂമിയാണ്, സ്വന്തം ബിൽഡിംഗ് ആണ്, ഞാൻ തന്നെയാണ് തൊഴിലാളി. അപ്പൊ അവിടെ നമ്മൾ പൈസയുടെ രൂപത്തിൽ വേറെ ആൾക്ക് കൊടുക്കണില്ല, നമ്മൾ തന്നെയാണ് അവിടെ ചെലവാക്കുന്നതെങ്കിൽ അത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. ഈ സാധാരണ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദക യൂണിറ്റിന് തുടർന്ന് കൊണ്ടുപോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ലാഭമാണ് എന്ന് പറയുന്നത് സാധാരണ ലാഭം. ആ സാധാരണ ലാഭം ഉണ്ടെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകും. ഇനി പ്രൈവറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റും. സ്വകാര്യ സ്ഥാപനങ്ങൾ വഹിക്കുന്ന ചെലവാണ് സ്വകാര്യ ചെലവ്, അവ ഉൽപാദനത്തിന് പണച്ചെലവാണ്. സാമൂഹ്യ ചെലവ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് മൊത്തമായിട്ട് സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നതാണ് സാമൂഹ്യ ചെലവ് എന്ന് പറയുന്നത്. അല്ലെ, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള റോഡായിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, കിണറായിക്കോട്ടെ, കുഴൽക്കിണറായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? സാമൂഹ്യ ചെലവാണ്, സാമൂഹികപരമായിട്ടുള്ള ചെലവാണ്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ത്യാഗം ചെയ്ത അവസരത്തിൽ ഇത് പ്രകടിപ്പിക്കുന്ന ചെലവ് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമുക്ക് രണ്ട് അവസരങ്ങൾ മുമ്പിൽ വരികയാണ്. രണ്ട് അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് രണ്ടും നല്ല അവസരങ്ങളാണ്. അപ്പോൾ ഒന്ന് ഒഴിവാക്കുമ്പോൾ മറ്റേത് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു കൃഷിയിടം കിട്ടുകയാണ് നമുക്ക് ഒരു പാടം കിട്ടുമ്പോൾ അവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കാം, ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. രണ്ടു പാടം മിക്സ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഗോതമ്പ് ഒഴിവാക്കിയിട്ട് നെല്ല് ഉൽപ്പാദിപ്പിക്കാം, ഒന്ന് ഒഴിവാക്കി മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കണം. അവിടെ വരുന്ന ചെലവാണ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആണ്. എന്താണ് സ്ഥിര ചെലവും വിവേചക ചെലവും എന്ന് പറയുന്നത്? ഹ്രസ്വകാലത്തേക്കുള്ള ഉണ്ടാവുന്ന ഹ്രസ്വകാല ചെലവുകളുണ്ട്, സ്ഥിര ചെലവും ഉണ്ട്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലയളവിൽ, ഷോർട്ട് ടൈം പീരിയഡിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടോ വേരിയബിൾ ഉണ്ട്. ദീർഘകാലാടിസ്ഥാന വിഭേദ ചെലവ് മാത്രമേ. ദീർഘകാലത്ത് എല്ലാം വേരിയബിൾ ആണ്, എല്ലാം മാറ്റം വരും. കുറഞ്ഞ കാലഘട്ടത്തിൽ അവിടെ ഫിക്സ്ഡ് ചെലവ് ഉണ്ടാവും, ഇതുണ്ടാകുന്നതാണ്. ഉൽപാദനം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ചെലവുകളാണ് എന്ന് പറയുന്നത് വിഭേദക ചെലവ് എന്ന് പറയും. ഉൽപാദനം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് വിഭേദക ചെലവാണ്. കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ കൂടുതൽ തൊഴിൽ ശക്തി ഉപയോഗിക്കുമ്പോൾ അവിടെ കൂടുതൽ ഉൽപാദനം നടത്തുന്നത് വിഭേദക ചെലവാണ്. തൊഴിൽ ശക്തിയുടെ മൂല്യം കൂടുമ്പോൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ ഉൽപാദനം കൂടുകയാണ്. അതിനനുസരിച്ചുള്ള ചെലവാണ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഉൽപാദനം മാറ്റം വരുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത ചെലവാണ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് എന്നാണ്. ഇപ്പൊ ഭൂമി, കെട്ടിടം, ഇതൊന്നും എന്ത് ഉൽപാദനം മാറുമ്പോൾ ഭൂമി അവിടുന്ന് മാറില്ല, ആ ബിൽഡിംഗ് അവിടുന്ന് മാറുന്നില്ല, ഫർണിച്ചർ അവിടുന്ന് മാറുന്നില്ലെങ്കിൽ അതൊക്കെ എന്താണ് സ്ഥിരം ചെലവിൽ പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഉൽപാദനം അനുസരിച്ച് മാറുന്ന ചെലവാണ് വിഭേദക ചെലവ്, വേരിയബിൾ കോസ്റ്റ്. ഉൽപാദനം എത്രത്തോളം മാറിയാലും ഒരു അനക്കല്ലാതെ നിൽക്കുന്ന ചെലവ്. ബിൽഡിംഗ് അല്ലേ, ബിൽഡിംഗ് അവിടുന്ന് മാറുന്നില്ലല്ലോ, ആ ലാൻഡ് മാറുന്നില്ല, മെഷീനറി മാറുന്നില്ല എങ്കിൽ അത് സ്ഥിരം ചെലവാണ്. വിഭേദക ചെലവും ഉൽപാദനവും മാറിക്കൂടും. ഉൽപാദനം വർദ്ധിക്കും തോറും വിഭേദക ചെലവ് കൂടിയും. ഉൽപാദനം 0 ആണെങ്കിൽ വിഭേദക ചെലവും 0 ആയിരിക്കും എന്നതാണ്. അസംസ്കൃത വസ്തു, ഇന്ധന ചെലവ്, ഗതാഗത ചെലവ്, താൽക്കാലികപരമായ ജീവനക്കാരുടെ വേതനം തുടങ്ങിയ വിഭേദ ചെലവിലുള്ള ഉദാഹരണം. അടുത്ത 6ാമത്തെ ചോദ്യമാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ആസ് യൂസ്ഡ് ഇൻ ബിസിനസ് ആൻഡ് ഇൻ മൈക്രോ എക്കണോമിക്സ് ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിസിനസ് ചെലവുകൾ എന്ന ആശയം, മൈക്രോ എക്കണോമിക്സിൽ ബിസിനസ് ചെലവ് എന്ന ആശയം എങ്ങനെ വ്യത്യാസമുണ്ട്? ഉൽപാദന വിഭവങ്ങളുടെ പണമൂലത്തെ ചെലവ് എന്ന് പറയുന്നത് ഉൽപാദനം സാധാരണയായ ലാഭത്തിന് വേണ്ടിയാണ്. ലാഭ വരുമാനം ചെലവും തമ്മിലുള്ള വ്യത്യാസം ആശ്രയിച്ച്. ലാഭം എന്ന് പറയുന്നത്
എന്ന ലാഭവും വരുമാനവും ചെലവിനനുസരിച്ചിട്ടാണ്. ചെലവിനേക്കാൾ വരുമാനം എത്ര കണ്ടു കൂടുതലോ അത്ര കണ്ടു ലാഭം ഉണ്ടാകുന്നതാണ്. ചെലവിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആശയം പണച്ചെലവാണ്. ഒരു പദാർത്ഥത്തിന്റെ ഉൽപാദനത്തിന് വേണ്ടി മൊത്തം തുകയെ പണച്ചെലവ് എന്ന് പറയാം. ഒരു ഉൽപ്പന്നത്തിന്റെ നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഈ മൊത്തം പണച്ചെലവില് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഉണ്ടാവും, ഇംപ്ലിസിറ്റ് കോസ്റ്റും എല്ലാം ഉണ്ടായിരിക്കും എന്നതാണ് പറയുന്നത്. ഉൽപാദനത്തിനായ ഉൽപാദനം സ്വന്തം ഘടകങ്ങൾക്കുള്ള ചെലവാണ് വിഭജിത ചെലവ്. വില ശരാശരി ചെലവിന് തുല്യമായാൽ അതിനെ സാധാരണ ലാഭം ഉൾക്കൊള്ളുന്നതെന്ന് പറയും. അതായത് ഒരു സ്ഥാപനത്തിന് ആ വ്യവസായത്തിന് നിലനിൽക്കുന്നതിന് ആവശ്യമായ മിനിമം ലാഭമാണ് സാധാരണ ലാഭം. സാധാരണ ലാഭം ലഭിക്കുന്നില്ലെങ്കിൽ സ്ഥാപന ഉൽപാദനം തുടരാൻ സാധ്യമല്ല. ഹ്രസ്വകാലയളവിൽ സ്ഥാപനത്തിൽ സാധാരണ ലാഭത്തേക്കാൾ കുറഞ്ഞ ലാഭമാണ് ലഭിക്കുന്നതെങ്കിൽ ഉൽപാദനം തുടരുന്നത്. ദീർഘകാലയളവിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും സാധാരണ ലാഭം ലഭിക്കുകയുള്ളൂ. സാധാരണ ലാഭം ഉൽപാദന ചെലവിന്റെ ഭാഗമാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ശരാശരി സ്ഥിര ചെലവും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ്. ഒരു യൂണിറ്റ് ഉൽപാദനത്തിന് ശരാശരി ചെലവാക്കുന്ന ചെലവിനെയാണ് ശരാശരി. ഒരു യൂണിറ്റ് ഉൽപാദനത്തിന് വേണ്ടി ശരാശരി ചെലവാക്കുന്ന സ്ഥിരം ചെലവാണ് ശരാശരി സ്ഥിരം ചെലവ്, AFC എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തം ഉൽപ്പന്നത്തിന്റെ അളവ് കൊണ്ട് ഗുണിച്ച ശരാശരി സ്ഥിര ചെലവ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ശരാശരി സ്ഥിര ചെലവ് കുറഞ്ഞു വരുന്നു. ഇതിന് കാരണം ഉൽപാദനം വർദ്ധിക്കുമ്പോൾ സ്ഥിര ചെലവ് കൂടുതൽ യൂണിറ്റുകൾക്കായി വിഭജിക്കപ്പെടും. ഉൽപാദനം വർദ്ധിക്കുമ്പോൾ ശരാശരി സ്ഥിര ചെലവ് എന്ന് പറയുമ്പോൾ സ്ഥിരം ചെലവ്, ടോട്ടൽ സ്ഥിരം ചെലവ് ഓരോ യൂണിറ്റിനും വീതിച്ചു കൊണ്ടിരിക്കുകയാണെന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ശരാശരി ചെലവ് കാണുന്നത് ഈ AFC കാണുന്നത് മൊത്തം സ്ഥിര ചെലവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി ചെലവ് കിട്ടും. AFC എന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിനെ മൊത്തം ഫിക്സ്ഡ് കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അതാണ് ഉൽപാദനം കൂടുമ്പോൾ ശരാശരി ചെലവ് കുറയാൻ കാരണം ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ AFC, ABC, അവർ. AFC എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. അത് നമ്മളിവിടെ പറയുന്നുണ്ട്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ മൊത്തം സ്ഥിര ചെലവിനെ എണ്ണം കൊണ്ട് ഹരിച്ചാലാണ് ആവറേജ് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. അത് മൊത്തം വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് ഏത് കിട്ടുന്നത്? ABCയും കിട്ടുന്നത്. ABC ഈക്വൽ ടു TBC ഡിവൈഡ് ബൈ Q. ഇത് തിരിച്ചിട്ടാണ് TBC ഈക്വൽ ടു ABC ഇൻറ്റു Q എന്നും പറയാം. ആ രീതിയിൽ പറയാം. അടുത്ത ചോദ്യമാണ് ലാസ്റ്റ്, എക്സ്പ്ലെയിൻ ദി ടേം MC. എന്താണ് മാർജിനൽ കോസ്റ്റ്? ഹൗ ഇസ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപാദനം ഒരു യൂണിറ്റ് വർദ്ധിക്കുന്നതിന് അധികമായി വേണ്ടി വരുന്ന ചെലവാണ്. മൊത്തം ഉൽപാദനം ഓരോ യൂണിറ്റ് വർദ്ധിക്കുമ്പോഴും അതിനു വേണ്ടി വരുന്ന അധിക ചെലവാണ് എന്ത് പറയുന്നത്? മാർജിനൽ കോസ്റ്റ്. ഒരു യൂണിറ്റ് ഉൽപ്പന്നം കൂടുതൽ ഉൽപ്പാദിക്കുന്നതിന് അധികമായി വേണ്ടി വരുന്ന ചെലവാണ് ഈ സീമാന്ത ചെലവ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് സ്ഥിര ചെലവുമായി യാതൊരു ബന്ധമില്ല. എന്നാൽ ഇതെപ്പോഴും വ്യതിയാന ചെലവുമായി ബന്ധപ്പെട്ട് ശരാശരി വ്യതിയാന ചെലവുണ്ടാകുന്ന വർധനവോ കുറവോ അനുസരിച്ച് മാറുന്നു. അപ്പോൾ ഇത് MC കാണുന്നത് ഡെൽറ്റ TC ഡിവൈഡ് ബൈ Q ആണ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. മാർജിനൽ കോസ്റ്റ് കാണാൻ ഡെൽറ്റ TC ഡിവൈഡ് ബൈ Q ആണ്. ഇപ്പൊ നമുക്ക് TC ഇങ്ങനെ തരികയാണ്, 60, 120, 150, 100, 200 അങ്ങനെ തരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ MC എപ്പോഴും നമുക്ക് 0 ആയിരിക്കും. MC ഫസ്റ്റ് നമുക്ക് തരില്ല. അടുത്ത TC തന്നെ ഡെൽറ്റ TC ആണ്. ഡെൽറ്റ TC എന്ന് പറഞ്ഞാല് 120 മൈനസ് 160, 120, 160 ഡിവൈഡ് ബൈ Q. എത്രയാണ് ക്വാണ്ടിറ്റി എങ്കിൽ ആ ക്വാണ്ടിറ്റിയോട് ഗുണിക്കുക. ക്വാണ്ടിറ്റി ചിലപ്പോൾ ഇവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് 1 ആണെങ്കിൽ 1 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് 60 കിട്ടി. 2 ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാം. അങ്ങനെ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് തരും 0, 1, 2 എന്നൊക്കെ തരും. അപ്പൊ എത്ര 1 കൊണ്ട് ഇവിടെ ഹരിച്ചു. ഇനി അടുത്താണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതിന് ഇക്വൽ ഡെൽറ്റ TC. TCയിൽ ഉണ്ടാകുന്ന മാറ്റം ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റിയിൽ. അപ്പൊ ക്വാണ്ടിറ്റി തമ്മിലുള്ള മാറ്റം നോക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ച് പ്രോബ്ലംസ് ആണ്.
അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഒന്നുകൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ചെയ്യും. NSന്റെ SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്കും അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും മലയാളം ഗൈഡ് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും ഗൾഫിലുള്ളവർക്ക് നാട്ടിലെ ലീവിന് വരുന്ന സമയത്ത് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. ഇഗ്നോ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.